2026 ഇന്നിപ്പം ദൃശ്യത്തിന്റെ ടീസർ വരുന്നവരെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു റെക്കോർഡാണ്. കാരണം ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളിൽ ഹിറ്റ് അടിച്ചേക്കുന്ന, ഹിറ്റും സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റും അടിച്ചേക്കുന്ന ഒന്ന് ആട് 3, 2 വാഴ 2 ഇൻഡസ്ട്രിയൽ ഹിറ്റ് പോലെ പോവുകയാണ്. 200, 230, 240 കോടിയോളം നേടിയിട്ടുണ്ട്. കേരളത്തിലെ നമ്പർ 1 മൂന്നാമത് ഈ പറഞ്ഞ പോലെ ഭരതനാട്യം 2, അതായത് മോഹിനിയാട്ടം. ഈ 3 സിനിമകളാണ് ഇതുവരെയും സൂപ്പർ മെഗാ ഹിറ്റുകളായിട്ടുള്ളത്. ഇതെല്ലാം പ്രീക്വലും പ്രീക്വലും തന്നെ നമുക്ക് പറയാം. ഇപ്പൊ ആട് 3 പ്രീക്വലും സീക്വലും ഒക്കെ ഉണ്ട്. എന്നാൽ ഇത് 3ഉം പലതിന്റെ പാർട്ടാണ്. ആട് 3 പാർട്ടാണ്, വാഴ 2 പാർട്ടാണ്, ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഭരതനാട്യം 2ന്റെ ആണ് ഈ പറഞ്ഞ പോലെ മോഹിനിയാട്ടം. ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും ടോപ്പ് ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ദൃശ്യമാണ്. ഇനി അടുത്തത് ദൃശ്യം 3 ആണ്. ഈ പറഞ്ഞ പോലെ മെയ് 21 മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ വരുന്നു. ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമ. ജോർജ് കുട്ടി എന്ന് പറയുന്നൊരു ക്യാരക്ടർ തന്നെ ഭയങ്കരമാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും അതിനകത്ത് സൂപ്പറാണ്. ജിത്തു ജോസഫ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനമൊക്കെ ചെയ്യുമ്പം വാനോളം പ്രതീക്ഷയാണ്. ഇതുവരെയും മലയാള സിനിമയിലത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് കാണുമ്പോൾ പേട്രിയോട്ടൊക്കെ റിലീസ് ആകുമ്പോൾ ചിലപ്പോൾ അതിഗംഭീര വിജയമായിരിക്കും. പക്ഷേ ദൃശ്യം 3 തൂക്കുമോ അതോ എന്ത് സംഭവിക്കുമായിരിക്കും? ദൃശ്യം 3 ദൃശ്യം 1-നെക്കാട്ടിൽ ഗംഭീരമാവുമോ? ദൃശ്യം 2-നെക്കാട്ടിൽ ഗംഭീരമാവുമോ? ദൃശ്യം 3 നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഉറപ്പായിട്ട് നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക.